എല്ലാവർക്കും നമസ്കാരം. റിസർച്ച് ഓഫീസറുടെ 60 ദിവസ സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഓരോ ദിവസം ഇത് പഠിക്കണമെന്ന് പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം ദാണ്ടെ പഠിക്കേണ്ട ടോപ്പിക്ക് വ്യക്തമായി ഞങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം ഡെയിലി എക്സാം ഉണ്ടാകും. നമുക്ക് നോക്കാം ഡേ 1 എന്താ പഠിക്കേണ്ടതെന്ന്. സ്റ്റാറ്റിസ്റ്റിക്സ് യൂണിറ്റിലെ പ്രോബബിലിറ്റി പാർട്ട് 1 and 2 ആണ്. ഓക്കെ, ഡേ 2 എന്താണ്? അതേ മൊഡ്യൂളിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂണിറ്റ് 4 റാൻഡം വേരിയബിൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ് പഠിക്കേണ്ടത്. സെക്കൻഡ് ഡേ പഠിക്കേണ്ടത്. ഡേ 3 എന്താ പഠിക്കേണ്ടത്? റിഡൻഡൻസ് ആണ് പാർട്ട് 1 to 7. ഇച്ചിരി ലോങ് ആണ്. GK ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ 1 to 7 ആണ്. അത് നിങ്ങൾ 1.5 അല്ലെങ്കിൽ 2 സ്പീഡിൽ കണ്ടാൽ മതിയാവും. കാര്യം നമുക്ക് GK പാർട്ട് കുറേശ്ശെ നല്ല ഒരുപാട് ടോപ്പിക് ഉണ്ട്. അത് മാക്സിമം കണ്ടു തീർക്കുക. പിന്നെ നമ്മുടെ PDF നോട്ട്സ് ഉണ്ട്, അത് വായിച്ചു നോക്കുക. ഒപ്പം ലൈവ് ക്ലാസ് ഉണ്ടാകും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഡെയിലി പഠിക്കാൻ ടോപ്പിക് ഉണ്ട്, ഡെയിലി എക്സാം ഉണ്ട്, ഒപ്പം റെക്കോർഡ് ക്ലാസ് കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓൾറെഡി ഫുൾ സിലബസിന്റെ റെക്കോർഡ് ക്ലാസ് വരും. ഫുൾ സിലബസിന്റെ ഒപ്പം എന്താണ് ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക്, ഡെയിലി എക്സാം, ഡെയിലി റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. ഒപ്പം എന്താണ് ലൈവ് സൂം ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനവും കാണത്തില്ല, ഉറപ്പാണത്. ഈ പലരും ഞങ്ങളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യും. വന്നിട്ട് സാർ 500 രൂപ കുറച്ച് തരണം, അല്ലെങ്കിൽ 1000 രൂപ കുറച്ച് ബാർഗെയിൻ ചെയ്യും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോഴ്സ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തരണോ അതെല്ലാം ഞങ്ങൾ തരും. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതി റെക്കോർഡ് ക്ലാസ്സുകൾ, ഒപ്പം പ്രിന്റബിൾ നോട്ട്സുകൾ, ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്കുകൾ, ഡെയിലി എക്സാമുകൾ, പിറ്റേ ദിവസം നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ എന്താണ് അതിന്റെ റാങ്ക് ലിസ്റ്റ്, റാങ്ക് ഫയൽ സൗജന്യമായിട്ട് നൽകും. ഒപ്പം എന്താണ് ലൈവ് ക്ലാസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തത്, മനസ്സിലാക്കുക. ഓക്കെ, ഡേ 5 വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സ് യൂണിറ്റ് 2 പാർട്ട് 1 to 3 ആണ്. ഡേ 6 വരുമ്പോൾ വീണ്ടും മാത്തമാറ്റിക്സ് ആണ്. യൂണിറ്റ് 2 പാർട്ട് 4 and 5 ആണ്. അടുപ്പിച്ചൊരു 3 ദിവസം ഇട്ടേക്കെന്ന് വെച്ചാൽ ആ പാർട്ട് അങ്ങ് തീരും. ഓക്കെ, അങ്ങനെ പാർട്ട് ഡേ 5 to ഡേ 8 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഇനി ഡേ 9 and 10 എക്കണോമിക്സ് ആണ്. അപ്പൊ നോക്കി, എക്കണോമിക്സ് യൂണിറ്റ് 1 പ്ലാനിങ്, എക്കണോമിക്സ് യൂണിറ്റ് 1 തന്നെയാണ് ബഡ്ജറ്റ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്. നിങ്ങൾ സ്റ്റാറ്റ് പഠിക്കണം, മാത്സ് പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, GK പഠിക്കണം. ആ പഠിക്കണം എന്ന നിർബന്ധ പ്രകാരമാണ് സ്റ്റഡി പ്ലാനിൽ ഇപ്പൊ 10 ദിവസത്തേ ഉള്ളൂ. ഈ സ്റ്റഡി പ്ലാനിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ സക്സസ് ആകും. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക് ലിസ്റ്റ് പരീക്ഷയിൽ വലിയ വിജയം നേടിയ സ്ഥാപനമാണ്. റിസർച്ച് അസിസ്റ്റന്റിന് വലിയ വിജയം നേടിയ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സക്സസ് ആകും. ഇതേ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഓരോ ദിവസവും ഞങ്ങൾ പറഞ്ഞ ടോപ്പിക് പഠിച്ചു പോവുക, ഡെയിലി എക്സാം എഴുതുക. ചില ആൾക്കാരുണ്ട്, സാറേ ഞങ്ങൾ ഈ 2 മണിക്കൂറോ 2-3 മണിക്കൂർ ക്ലാസ് പഠിക്കാൻ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കി സമയം എന്ത് ചെയ്യും? ഒരുപാട് ക്ലാസ്സുകൾ വേറെ നമ്മുടെ ആപ്പിലുണ്ട്, അതൊക്കെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്യുക. ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് കിട്ടും. ഒരു സമയം വേസ്റ്റ് ചെയ്യരുത്. ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങളിൽ ആർക്കാണ് 1-ാം റാങ്ക് കിട്ടുന്നത്? റിവിഷൻ ചെയ്യുന്നവർക്ക്, മാക്സിമം റിവിഷൻ ചെയ്യുന്നവർക്ക്, മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നവർക്ക്, തെറ്റിയ ചോദ്യങ്ങൾ എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കി വീണ്ടും പഠിക്കുന്നവർക്ക്, നിരന്തരമായി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നവർക്ക്, ഇങ്ങനെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് 1-ാം റാങ്ക് കിട്ടും. ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ ക്രാഷ് കോഴ്സ് ചെറിയൊരു ഫീസ് മാത്രം അടച്ചാൽ മതി. റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും. മെയ് മാസത്തോടെ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്